ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാബിസ്പൈസി കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ ബാക്കി വരാറുണ്ടല്ലേ, ചിലപ്പോഴൊക്കെ ഹാർഡായിട്ടും പോകും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചപ്പാത്തികളൊക്കെ വെച്ചിട്ട് നമുക്കൊരു വൈകുന്നേരത്തേക്കൊരു കിടില സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കപ്പിലാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ കടലമാവൊക്കെ നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം ഒഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കണേന് കൈ ഉപയോഗിച്ച് തന്നെ ഇത്തിരി എണ്ണയൊക്കെ പുരട്ടിയിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കണുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ വീട്ടിൽ എന്തോരം ചപ്പാത്തി ഉണ്ടോ അതെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ചെറിയതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചപ്പാത്തിയുടെ 2 റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടേക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചപ്പാത്തി ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ചൊന്ന് ചെറിയ ചെറിയ പീസാക്കിയും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം ഇതേപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇനി ഞാൻ എടുത്തേക്കണത് ഒരു ചീനച്ചട്ടി അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ തിളക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചപ്പാത്തി പീസാക്കിയേക്കണത് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇതേപോലെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. നന്നായിട്ട് നല്ല ക്രിസ്പി ആയിരിക്കട്ടെ ഈ ചപ്പാത്തി വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇനി ഞാൻ ഇത് ഫ്രൈ ആയി കിട്ടിയപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ട് ചപ്പാത്തി ചിപ്സും ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചപ്പാത്തി വെച്ചിട്ട് ഒരു പായസത്തിൻ്റെ റെസിപ്പിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി കാണാത്ത ആൾക്കാരൊന്ന് കണ്ടിട്ട് അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം ഞാൻ ഇതേപോലെ ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആണ്ടോ, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പം ഞാനിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന കടലമാവ് എടുത്തിട്ട് സേവനാഴിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആ ഒരു എണ്ണയെ തന്നെ ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് എടുത്തേക്കണത് കാരണം ഒറ്റ ഇതിൽ തന്നെയാണ് ഇത് ചുറ്റിച്ചെടുത്തത്. അപ്പോൾ ഇതൊന്ന് അടിയൊന്ന് ഫ്രൈ ആയി കിട്ടിയപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് തിരിച്ചിടാനും ഒക്കെ പറ്റും കേട്ടോ. നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയപ്പോൾ ഇതും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കടലമാവ് ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു എണ്ണയിലിട്ട് തന്നെ പച്ചക്കപ്പലണ്ടിയാണ് എടുത്തേക്കണത്. അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ കടലപ്പരിപ്പാണ് എടുത്തേക്കണത്. അപ്പോൾ ആ ഒരു ഇതിട്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കപ്പലണ്ടിയും കടലപ്പരിപ്പും ഫ്രൈ ആയിട്ട് അതും മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു എണ്ണയിലിട്ട് തന്നെ തോട് കളയാത്ത വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബൗളിലേക്ക് നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി വെച്ചിട്ടൊരു മിക്സറാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ മിക്സർ ഉണ്ടാക്കാനായിട്ട് കടലപ്പൊടി കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ചപ്പാത്തി മാത്രമായിട്ട് മിക്സർ ഉണ്ടാക്കാം. കപ്പലണ്ടിയും ചപ്പാത്തി ഇട്ടിട്ട് മിക്സർ ഉണ്ടാക്കാം. നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞാൻ കപ്പലണ്ടിയും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളുത്തുള്ളി ഇട്ടത്. ചില ആൾക്കാർ ഇടൂല, പക്ഷേ ഇത് നല്ല ഫ്ലേവർ ആയിരിക്കുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ
കയ്യിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്തപ്പോൾ അത് തൃപ്തിയായില്ല. അപ്പോൾ ഞാനൊന്ന് കൈയും കൊണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണേന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ലേശം ഉപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ എന്ന്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ ചപ്പാത്തി വെച്ചിട്ടുള്ള ഒരു മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു മിക്സ്ചർ. ചായയൊക്കെ തിളക്കണ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മിക്സ്ചറാണ്. അപ്പോൾ ചപ്പാത്തി ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്യാൻ മറക്കരുത്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു കുപ്പിയിലാക്കി അടച്ചു വെക്കാവുന്നതാണ്. എത്ര ദിവസം വരെ കേടാകാതിരിക്കും. അപ്പോൾ ഈ നല്ല ടേസ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള ഈ ഒരു മിക്സ്ചർ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം.